Cambridge English 365 days. 365 ദിവസവും ഇംഗ്ലീഷിന് വേണ്ടി നമുക്ക് അല്പസമയം ചെലവഴിക്കാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡൗട്ട്സ് ആണ്. ഈ രണ്ട് സെൻറ്റൻസുകൾ അയച്ചു തന്നിരുന്നു. അതിലുള്ള ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ അയച്ചു തന്നിരുന്നത്. അതിനെക്കുറിച്ച് കൃത്യമായ ഒരു കാര്യം പറയട്ടെ. അതിന് തന്നെ നമുക്ക് ഈ സെൻറ്റൻസ് വായിക്കാം. Can you reach there on time? ഇവിടെ തന്നെ പ്രശ്നമുണ്ട്. Can you reached എന്ന ഫോം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. Can എന്ന ടോപ്പിക്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. തിയറിയാണ്. ഞാൻ പല വീഡിയോസും നമ്മൾ യൂട്യൂബിൽ കാണാറുണ്ട്. അതായത് ഗ്രാമർ ഇല്ലാതെ ഇംഗ്ലീഷ് സംസാരിക്കാം, ഗ്രാമർ നോക്കേണ്ട കാര്യമില്ല, അങ്ങനെയൊക്കെ നമ്മൾ പല വീഡിയോസും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് ഞാൻ ഒന്ന് വാച്ച് ചെയ്യാറുണ്ട്. എന്താണ് അവരുടെ ആശയം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് മാത്രം. നമ്മളെപ്പോഴും നമ്മുടെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറയുക, നിങ്ങൾ കാംബ്രിഡ്ജ് ബുക്സ് വെച്ചിട്ടേ പ്രാക്ടീസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതിലൊരു ചോദ്യം ഞാൻ പറയുകയാണ്. ക്യാൻ യു റീച്ച് ദെയർ ഓൺ ടൈം? നിനക്ക് കൃത്യസമയത്ത് ഇവിടെ എത്താൻ സാധിക്കുമോ? ഓൺ ടൈം. അപ്പോൾ ഇവിടെ റീച്ച്ഡ് എന്ന ആക്കാണ് കേട്ടോ ഞാൻ. ക്യാൻ യു റീച്ച് ദെയർ ഓൺ ടൈം? അപ്പോൾ ഈ രണ്ട് ഫസ്റ്റ് സെൻറ്റൻസ് ശരിയാണ്, അതുകൊണ്ട് തന്നെ അത് കട്ട് ചെയ്ത് കളയാണ്. ഇവിടെ ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം കൃത്യസമയത്ത് നിങ്ങൾക്ക് എത്താൻ സാധിക്കുമോ എന്നാണ്. ഇതാണ് ഇതിൽ നമ്മൾ ആകെ വ്യത്യാസം വരുത്തിയത്. എന്താ? നമ്മൾ ഈ വെർബിൻ്റെ സെക്കൻഡ് ഫോം അല്ലെങ്കിൽ തേർഡ് ഫോം അവർ എഴുതിയിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ മാറ്റി വെർബിൻ്റെ ഫസ്റ്റ് ഫോം ആക്കി. ഇപ്പോൾ തിയറി പ്രകാരം ക്യാൻ യു കഴിഞ്ഞാൽ വെർബിൻ്റെ ഫസ്റ്റ് ഫോമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നേരത്തെ എഴുതിയ സെൻറ്റൻസ് എന്തായിരുന്നു പ്രശ്നം? അത് ആശയവിനിമയം നടക്കുന്നില്ലേ? തീർച്ചയായിട്ടും ആശയവിനിമയം നടക്കുന്നുണ്ട്. ക്യാൻ യു റീച്ച് ദെയർ ഓൺ ടൈം എന്ന് പറഞ്ഞാലും നമുക്ക് കാര്യം മനസ്സിലാക്കാൻ പറ്റും, പക്ഷേ നിയമം അനുസരിക്കുന്നത് തെറ്റാണ്. അത് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതായത് ഇന്നലെ നീ രഞ്ജുവിനെ വിളിച്ചോ എന്ന് ചോദിക്കുന്നതിന് പകരം ഇന്നലെ നീ രഞ്ജുവിനെ വിളിക്കാറുണ്ടോ എന്ന് ചോദിച്ചാലും ആശയവിനിമയം നടക്കുന്നുണ്ട്, പക്ഷെ ക്വാളിറ്റി ഇല്ല. അതുപോലുള്ള വ്യത്യാസം. അപ്പോൾ നമ്മളിവിടെ കൃത്യം നിയമം ഫോളോ ചെയ്യണം. അപ്പോൾ ഇത് നമുക്ക് കറക്റ്റായി. ക്യാൻ യു റീച്ച് ദെയർ ഓൺ ടൈം? കൃത്യസമയത്ത് നിങ്ങൾക്ക് എത്താൻ പറ്റുമോ? അപ്പോൾ ഇത് ഫ്യൂച്ചറിലേക്കുള്ള കാര്യമാണ്. ക്യാൻ യു റീച്ച് ദെയർ ഓൺ ടൈം? ഇനി രണ്ടാം സെൻസ് നോക്കാം. ഡിഡ് യു മാനേജ് ടു? ഇവിടെയും കണ്ടോ, ടു കഴിഞ്ഞ വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇവിടെയും തെറ്റാണത്. റീച്ച് ദെയർ എന്ന ഫോം ഇല്ല. ടു കഴിഞ്ഞ വെർബിന്റെ ഫസ്റ്റ് ഫോം ഉപയോഗിക്കണം. അത് തിയറിയാണ്. ഡിഡ് യു മാനേജ് ടു റീച്ച് ദെയർ ഓൺ ടൈം? ഇവിടെ നമ്മൾ സ്മോൾ ലെറ്റർ ആയിരിക്കണം. ഡിഡ് യു മാനേജ് ടു റീച്ച് ദെയർ ഓൺ ടൈം? ഇത് അർത്ഥം മാറി. ഇത് പാസ്റ്റ് ആണ്, ഇത് ഫ്യൂച്ചർ ആണ്. ഇത് രണ്ടും സെയിം ആണോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അത് തെറ്റാണ്. ഒന്ന് ഫ്യൂച്ചറിലേക്കും ഒന്ന് പാസ്റ്റോട്ടാണ്. ഇതിന്റെ രണ്ടിന്റെ അർത്ഥം ഒന്നുകൂടി മനസ്സിലാക്കിക്കോ. ക്യാൻ യു റീച്ച് ദെയർ ഓൺ ടൈം? നിങ്ങൾക്ക് കൃത്യസമയത്ത് എത്താൻ സാധിക്കുമോ? ഫ്യൂച്ചറാണ്. അപ്പോൾ ക്യാൻ പാസ്റ്റോട്ട് ഉപയോഗിക്കില്ല എന്നൊരു കാര്യം നമ്മൾ അറിയണം. പിന്നെ ഷി കാൺട്ട് ഹാവ് കുക്ക്ഡ് യെസ്റ്റർഡേ, അങ്ങനെ ഒരു ഫോമിൽ മാത്രം നെഗറ്റീവായിട്ട് കാൺട്ട് ഉപയോഗിക്കും. വേറൊരു സിറ്റുവേഷനിലും ക്യാൻ പാസ്റ്റോട്ട് ഉപയോഗിക്കില്ല. പക്ഷെ ഇവിടെ വന്നിരിക്കുന്നത് ഇത് ഡിഡ് ആണ്. ഇത് പാസ്റ്റ് ടോപ്പിക്കാണ്. ഡിഡ് യു മാനേജ് ടു റീച്ച് ദെയർ ഓൺ ടൈം? നിങ്ങൾക്ക് കൃത്യസമയത്ത് അവിടെ എത്താൻ സാധിച്ചോ എന്ന രീതിയിലാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ആണ്. ഇത് ഒന്ന് പാസ്റ്റ് ആണെങ്കിൽ ഒന്ന് ഫ്യൂച്ചർ ആണ്. അപ്പോൾ രണ്ടും സെയിം അല്ല. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയെന്ന് മനസ്സിലാക്കുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ കൃത്യമായി ആ ബുക്സൊക്കെ ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങളുടെ പകുതി ഡൗട്ട്സ് തീരും ആ ബുക്ക് മേടിക്കുകയാണെങ്കിൽ. ബുക്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് പ്രാക്ടീസ് ചെയ്യാം. വേറൊരു സ്റ്റുഡൻറ്റിൻ്റെ ഒരു ഡൗട്ടാണ്. നിങ്ങൾ ഡൗട്ട്സ് ചോദിക്കണം. ചോദിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കാര്യങ്ങൾ പറയാൻ പറ്റുക. അപ്പോൾ എല്ലാവരുടെ ഡൗട്ട്സും എല്ലാവരും കാണണം കേട്ടോ. കാരണം ഇങ്ങനെയൊക്കെ ഡൗട്ട്സുകളൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ട്രിക്സുകളൊക്കെ ഞാൻ പറഞ്ഞു തരും. നമ്മളിത് മനസ്സിലാക്കാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ള ട്രിക്സുകളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് തെറ്റ്, ഈ ഒരു ചോദ്യം ശരിയാണോ എന്നാണ് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സെൻറ്റൻസ് എന്തായാലും തെറ്റാണ്. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഈ ഏബിൾ എന്നത് നമ്മുടെ അഡ്ജക്റ്റീവാണ്. അപ്പോൾ വുഡ് യു ഏബിൾ എന്നൊരു ഫോം ഇല്ല. ഓക്കെ, ഏബിൾ എന്നത് അഡ്ജക്റ്റീവ് ആണ്. ഐ ആം ഏബിൾ ടു ഡു ഇറ്റ്. അപ്പോൾ ഒരു ഈസ് ആം ആർ ബിയുടെ ഏതെങ്കിലും ഫോമുകൾക്ക് ശേഷം ഏബിൾ എന്ന അഡ്ജക്റ്റീവ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഏബിൾ എന്നത് വെർബാണെങ്കിൽ നമുക്ക് എവിടെ എന്ത് ഉപയോഗിക്കാം? ഏബിൾ ഇവിടെ ഉപയോഗിക്കാം. വുഡ് യു ഏബിൾ? ഏബിൾ എന്നത് അഡ്ജക്റ്റീവ് ആണ്. അപ്പം നമുക്ക് അവിടെ ഈ സെൻറ്റൻസ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ നമുക്കത് പറ്റില്ല. പിന്നെ എനിക്കിത് എന്താ ഉദ്ദേശിക്കണമെന്ന് മനസ്സിലായില്ല. വുഡ് യു ഏബിൾ ടു റീച്ച് ദെയർ ഓൺ ടൈം ഇഫ് ഐ വാസ് ദെയർ ഇൻ ടൈം? എന്താണ് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായത്. പാസ്റ്റ് കാര്യമാണോ ഫ്യൂച്ചർ കാര്യമാണോ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ല. എന്തായാലും ഒരു ചെറിയ ഐഡിയ പറഞ്ഞുതരാം. കണ്ടീഷൻ സെൻസസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് കണ്ടീഷൻ സെൻസസും തേർഡ് കണ്ടീഷൻ സെൻസസും നിങ്ങളത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈഫ് വെച്ചിട്ടുള്ള ഈ കണ്ടീഷൻ സെൻസസുകൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യണമെന്ന് കൃത്യമായി എഴുതിയിട്ടുണ്ട്.
അപ്പോൾ ഒന്ന് വായിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ കൺഫ്യൂഷൻ തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോ, എൻ്റെ മെസ്സേജ് അയച്ചോ, ഞാൻ അതിനുള്ള മറുപടി തരുന്നതായിരിക്കും. എന്തായാലും ഇത് തെറ്റാണ്, ഈ ഏബിൾ എന്നുള്ളത് ഇവിടെ വരുമ്പോൾ തന്നെ തെറ്റാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പഴയ വീഡിയോസ് കാണേണ്ടത് എങ്ങനെയാണെന്നുള്ള കാര്യം നമ്മളിപ്പോൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തെറ്റ് എന്ത് തന്നെ ആയിക്കോട്ടെ നിങ്ങൾ ചോദിക്കണം കേട്ടോ, എങ്കിൽ മാത്രമേ എനിക്കത് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ കാണേണ്ടത് സെക്കൻഡ് കണ്ടിന്യൂസ് സെൻസസും തേർഡ് കണ്ടിന്യൂസ് സെൻസസും നമ്മളുടെ ഡിഫറൻസ് ആണ്. അത് നമ്മുടെ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് ഗ്രാമർ ഇൻ മലയാളം എന്ന പ്ലേലിസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. സെക്കൻഡ് കണ്ടിന്യൂസ് സെൻസസ് എങ്ങനെ ഉപയോഗിക്കാം, തേർഡ് കണ്ടിന്യൂസ് സെൻസസ് എങ്ങനെ ഉപയോഗിക്കാം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പഴയ വീഡിയോസ് നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നുകിൽ നമ്മുടെ പ്ലേലിസ്റ്റ് നോക്കാം, അല്ലെങ്കിൽ യൂട്യൂബിൽ നമ്മൾ സെർച്ച് ചെയ്യാം. കേംബ്രിഡ്ജ് ഇംഗ്ലീഷ് 365 ഡേയ്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് കാണുന്നതായിരിക്കും. നമ്മളിന്ന് ബുക്സ് വാങ്ങിച്ചിട്ടുള്ള സ്റ്റുഡൻസ് ഓരോ വീഡിയോസായിട്ട് നമ്മൾ കാണാനുള്ള കാര്യം നോക്കണം. അതുപോലെ കൃത്യം ഓർഡർ മനസ്സിലാക്കണം. അപ്പോൾ നല്ല ഓർഡർ മനസ്സിലാക്കി പഠിച്ചാലാണ് വളരെ എഫക്റ്റീവ് ആയിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഓർഡർ മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബുക്ക് വാങ്ങിച്ചിരിക്കുന്നത്. ഇനി ബുക്ക് വാങ്ങാത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ 82815556 എന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ വെറും 550 രൂപ മാത്രമേ നമുക്ക് ചിലവ് വരുള്ളൂ. 2 ബുക്ക് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസന്റ് ഒരു ബുക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കട്ടെ. നമ്മളൊരു ഡൗട്ടും കൂടിയും ഈ വീഡിയോയിൽ നോക്കാണ്. കുഡ് യു മാനേജ് ടു റീച്ച് ദെയർ ഓൺ ടൈം? ഇത് ശരിയാണോ എന്നാണ് ഒരു സ്റ്റുഡൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തെറ്റാണ്. കാരണം എന്ന് വെച്ചാൽ നിനക്ക് ഒരു കാര്യം ചെയ്യാൻ സാധിച്ചോ എന്ന് ചോദിക്കും. എനിക്കൊരു കാര്യം ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ നമ്മൾ കുഡിൻ്റ് എന്ന ഫോം ഉപയോഗിക്കാം. നമ്മളത് കൃത്യമായിട്ട് ആ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ഐ കുഡിൻറ്റ് ഗോ there yesterday. എനിക്ക് അവിടെ പോകാൻ സാധിച്ചില്ല. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് ഒരു കൺഫ്യൂഷൻ വരാം. അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് സെൻസ് ഐ കുഡ് ഗോ there yesterday എന്നല്ലേ, നമുക്ക് കൺഫ്യൂഷൻ വന്നേക്കാം. പക്ഷെ അതങ്ങനെ സാധിക്കില്ല. അതുപോലെ തന്നെ കുഡ് യു ഗോ there yesterday അങ്ങനെയും ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ നെഗറ്റീവായിട്ട് മാത്രമാണ് നമ്മൾ കുഡിൻറ്റ് എന്നത് അവിടെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ഓൾറെഡി വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടത് കുഡ് എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്യാൻ കുഡ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാം. എന്നിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം, ഞാൻ വീണ്ടും പറഞ്ഞിരുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് തെറ്റാവാൻ കാരണം എന്ന് വെച്ചാൽ നിനക്കൊരു കാര്യം നിനക്ക് കൃത്യസമയത്ത് അവിടെ എത്താൻ സാധിച്ചോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളോട് ഉപയോഗിക്കേണ്ടത് ഡിഡ് യു മാനേജ് ടു റീച്ച് ദെയർ ഓൺ ടൈം എന്നാണ്. അതിന് പകരം കുഡ് ഉപയോഗിക്കാൻ പറ്റില്ല. അത് തെറ്റാണ്. കുറച്ച് ഡൗട്ട്സൊക്കെ നിങ്ങൾക്ക് ആ ബുക്സ് വെച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ ക്ലിയർ ആവും. ബുക്സൊക്കെ മേടിച്ചിട്ടില്ലാത്ത സ്റ്റുഡൻസൊക്കെ മേടിക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. കാരണം കുറേ ഡൗട്ട്സ് ഇതുപോലത്തെ ക്ലിയർ ആക്കാൻ ആ ബുക്ക് നല്ലതാണ്. പിന്നെ നമ്മളൊരു സ്റ്റുഡൻറ്റ് അഡ്വർടൈസ്മെൻറ്റ്സ് കുറച്ച് കൂടുതലാണെന്നുള്ള രീതിയിൽ നമ്മളടുത്ത് ഒരു കമൻസ് പറഞ്ഞിരുന്നു. നമ്മളിതിൽ തീർത്തും ആധികാരികമായി നിങ്ങൾ പഠിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സീരിയസ് ആയിട്ട് നമ്മൾ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണ് നമ്മൾ ബുക്ക് വാങ്ങിക്കേണ്ടത്. അത് ഞങ്ങൾ നിങ്ങളോട് നിർബന്ധിക്കുന്നതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമുണ്ട്. എൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ പല ടോപ്പിക്സ് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങളൊന്ന് നോക്കി നോക്കൂ. ഒരു 5-10 വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കത് വളരെ ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബുക്ക് വാങ്ങണ്ട. നേരെ മറിച്ച് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബുക്ക് വാങ്ങണം. ബുക്ക് വാങ്ങിയില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ 10 വീഡിയോസിന് ശേഷം പിന്നെ വീഡിയോ കാണില്ല. അപ്പോൾ ഞങ്ങളുടെയും നിങ്ങളുടെയും ആവശ്യമാണ് ബുക്ക് വാങ്ങിക്കുക എന്നുള്ളത്. നിങ്ങൾ ബുക്ക് വാങ്ങിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ കണക്ഷൻ കിട്ടുള്ളൂ, നിങ്ങൾ കൂടുതൽ വീഡിയോസ് കാണുള്ളൂ. കാരണം നമ്മൾ തീർത്തും ആധികാരികമായിട്ട് എങ്ങനെ ലാംഗ്വേജ് സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് നോക്കണേ. ഇപ്പം നമ്മൾ പല വീഡിയോസിലും നമ്മൾ കാണുന്നത് ഗ്രാമർ നോക്കേണ്ട കാര്യമില്ല എന്നാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല, കുറേ വാക്കുകൾ ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നീ ഇന്നലെ ഡ്രൈവ് ചെയ്തോ എന്ന് ചോദിക്കണമെങ്കിൽ യു ഡ്രോവ് യെസ്റ്റർഡേ എന്ന് ചോദിച്ചാലും യു ഡ്രൈവ് യെസ്റ്റർഡേ എന്ന് ചോദിച്ചാലും ഡു യു ഡ്രൈവ് യെസ്റ്റർഡേ എന്ന് ചോദിച്ചാലും ഒക്കെ ആശയവിനിമയം നടക്കുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം ഇതൊക്കെ തെറ്റാണ്. നമ്മളവിടെ ചോദിക്കേണ്ടത് ഡിഡ് യു ഡ്രൈവ് യെസ്റ്റർഡേ എന്നാണ്. വേറെ ഒരു ചോദ്യവും ശരിയല്ല. ഓക്കെ, അത് നമ്മൾ കേംബ്രിഡ്ജിന്റെ ബുക്സിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ ആ ബുക്ക് കയ്യിൽ വേണ്ടേ. അതിനാണ് നിങ്ങളോട് നിർബന്ധം അതിന് മേടിക്കാൻ പറയുന്നത്. അങ്ങനെ ഒരു ഉറപ്പ് കിട്ടിയാൽ മാത്രമേ നമ്മളത് ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യുള്ളൂ. കാരണം നമ്മൾ ഇതുവരെ കേട്ടതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഇതുവരെ നമ്മുടെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ നമ്മളെ ഇംഗ്ലീഷ് പഠിപ്പിച്ച എല്ലാവരും പറഞ്ഞത് എന്താ, എങ്ങനെ വേണമെങ്കിലും ഉപയോഗിച്ചോ, തെറ്റ് വന്നോട്ടെ, ചെറിയ മിസ്റ്റേക്സ് വന്നോട്ടെ, അങ്ങനെയൊക്കെ പലവരും നമ്മളെ ടീച്ചേഴ്സ് നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത്. ആ ഡു ആണോ ഡിഡ് ആണോ നോക്കേണ്ട കാര്യമില്ല, നിങ്ങളത് ഉപയോഗിച്ചാൽ മതി. തെറ്റാണെങ്കിലും ശരിയായാലും നിങ്ങൾ ഉപയോഗിച്ച് ശരിയായിക്കോളും. ഞാൻ പറയുന്നു അത് തെറ്റായ രീതിയാണ്. ഉപയോഗിച്ച് ശരിയാകുമ്പോൾ തെറ്റായ പ്രാക്ടീസാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ അത് ഒന്നും കൂടി ഉറയ്ക്കും മനസ്സിൽ. അപ്പം നമ്മൾ തെറ്റായ രീതിയിൽ പോയില്ല. നമുക്ക് ഒറ്റ രീതിയേ ഉള്ളൂ.
നമ്മൾ പറയുന്നു ഡിഡ് ആണ് അവിടെ ഉപയോഗിക്കേണ്ടത്, അതല്ലാതെ വേറെ ഒന്നുമില്ല. ഡിഡ് യു ഗോ ടു എറണാകുളം യെസ്റ്റർഡേ? നീ ഇന്നലെ എറണാകുളത്തിൽ പോയോ? ഡിഡ് യു ഡാൻസ് യെസ്റ്റർഡേ? നീ ഇന്നലെ ഡാൻസ് ചെയ്തോ? ഒരു കാരണവശാലും ഒരു മാറ്റവും ഇല്ല. കൃത്യം നിയമം ഉപയോഗിച്ച് പഠിക്കാൻ നമുക്ക് നമ്മുടെ ക്വാളിറ്റി കൂട്ടാം. അപ്പം അങ്ങനെയുള്ളവരാണ് നമ്മൾ ഈ വീഡിയോസ് റെഗുലറായിട്ട് കാണേണ്ടത്. അങ്ങനെയുള്ളവർക്കാണ് റിസൾട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അവർക്ക് നിർബന്ധമായും ബുക്ക് കയ്യിൽ വേണം. അപ്പോൾ ഒരു 10 വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ ബുക്ക് വേണം എന്നുള്ളൊരു ഫീൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. 550 രൂപ അടച്ച് വേഗം ബുക്സ് മേടിക്കാനുള്ള കാര്യം നോക്കുക. ഇപ്പം ഞാൻ എൻ്റെ ഒരു കാര്യം പറയട്ടെ. 12-13 വർഷം മുമ്പ് ഈ കോഴ്സ് സെറ്റ് ചെയ്ത സമയത്ത് 80,000 റുപ്പീസിൻ്റെ മെറ്റീരിയൽസ് ആണ് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസിൽ നിന്ന് ഞാൻ മേടിച്ചത്. അപ്പോൾ അത്രയും പോലും ഞാൻ ഇതിനു വേണ്ടി ചെലവഴിച്ചു. എന്താ കാരണം? അപ്പോൾ ചില ബുക്സുകൾക്കൊക്കെ 2500-3000 റേഞ്ച് വരുന്ന ബുക്കുകളുണ്ട്. അതാണ് ഇത്ര റേറ്റ് വന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാനത് ചെയ്തത്? തീർത്തും ആധികാരികമായി എൻ്റെ ഡൗട്ട്സ് ഞാൻ ക്ലിയർ ആക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. അപ്പോൾ അത്രയൊന്നും നിങ്ങളോട് ചിലവാക്കാൻ പറയുന്നില്ല, വെറും 550 രൂപ. ഓക്കെ, അത് ചിലവാക്കിയാൽ നിങ്ങൾക്ക് നല്ലത്. അത് ആലോചിച്ച് മാത്രം തീരുമാനം എടുത്താൽ മതി. ഇനി ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ചാനൽ എങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്, ബുക്സുകൾ നമുക്ക് എങ്ങനെ വാങ്ങാൻ സാധിക്കും, അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്, പഴയ വീഡിയോസ് നമ്മൾ കാണാൻ എന്ത് ചെയ്യണം, ഇംഗ്ലീഷ് ഹാൻഡ് റൈറ്റിംഗ് ക്വാളിറ്റി കൂട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. ഏകദേശം 5 മിനിറ്റ് അത് മാത്രമാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓൾറെഡി ഒരു പ്രാവശ്യം കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു, നമ്മൾ ഇനി ഇത് കാണേണ്ടതില്ല, അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഫോണിലൂടെ ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 8281555666. നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് 5 പ്ലേലിസ്റ്റുകളിലേക്കാണ്. നമുക്കത് കാണാൻ സാധിക്കും. 5 new words daily, 1 minute grammar, English grammar in Malayalam, English conversations, essential grammar in use. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്ത് കാണുക എന്നുള്ളതാണ്. ഏതാണ് നമുക്ക് ആവശ്യമുള്ളത് അതിനനുസരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇതിൽ ഏത് വീഡിയോസാണ് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത് അത് റെഗുലറായിട്ട് കാണാൻ ശ്രമിക്കാം. ഇപ്പോൾ നമുക്കറിയാം 5 new words daily, അത് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ നിന്നും സെലക്ട് ചെയ്ത വാക്കുകളുടെ കളക്ഷനാണ്. അതായത് 3000 വാക്കുകൾ വേണം. ഇംഗ്ലീഷ് നല്ല രീതിയിൽ സംസാരിക്കാൻ വേണ്ടി നമുക്ക് 3000 വാക്കുകൾ വേണം. അപ്പോൾ അത് നമ്മൾ ഒരു ദിവസം 5 വാക്കുകൾ വെച്ച് നമ്മൾ പഠിച്ചെടുക്കും. അത് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഓക്സ്ഫോർഡ് 3000 എന്ന ഡിക്ഷണറിയിൽ നിന്നാണ്. അപ്പോൾ അത് ഒന്നും മിസ്സാക്കരുത്. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഗ്രാമർ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ആണ്. അപ്പോൾ അത് നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കാണ്. സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. 1 minute ഗ്രാമർ എന്ന പ്ലേലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കാം. അതുപോലെ തന്നെ എസെൻഷ്യൽ ഗ്രാമർ ഇൻ യൂസ് എന്ന പ്ലേലിസ്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കുക. കാംബ്രിഡ്ജ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് ഏറ്റവും ബേസിക് ലെവലിൽ നിന്നോട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇനി ഇംഗ്ലീഷ് ഗ്രാമർ ഇൻ മലയാളം എന്ന പ്ലേലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുക. കുറച്ചുകൂടി അഡ്വാൻസ് ടോപ്പിക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഓരോ കാറ്റഗറി സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് നമ്മളത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൃത്യം ഓർഡർ നമ്മുടെ ബുക്കിലുണ്ട്. അപ്പോൾ നിങ്ങൾ ബുക്ക് മേടിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു ഐഡിയ കിട്ടും. ബുക്സ് നിങ്ങൾ പരമാവധി മേടിക്കാൻ നോക്കണം. കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസിന്റെ ഒരു ബുക്ക് നമ്മുടെ കയ്യിൽ നിർബന്ധമായും ഉണ്ടായിരിക്കണം. 550 രൂപ മാത്രമേ ചിലവ് വരുള്ളൂ. അത് മേടിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പിന്നെ നമുക്ക് 4ാമത്തെ പ്ലേലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുക ഇംഗ്ലീഷ് കോൺവെർസേഷൻസ്. നേറ്റീവ് സ്പീക്കേഴ്സ് എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കുന്നു എന്ന് നമ്മൾ കേട്ട് പഠിക്കുകയാണ്. മാക്സിമം ആ റേഞ്ചിലേക്ക് നമുക്ക് എത്താൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണത്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ച ഗ്രാമർ കൃത്യമായിട്ടാണോ ഉപയോഗിക്കുന്നതെന്നൊക്കെ നമുക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ കാംബ്രിഡ്ജ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് അതും നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒന്നും മിസ്സാക്കരുത്. അപ്പോൾ ഇങ്ങനെ കൃത്യമായി ഏതാണോ നമ്മുടെ ആവശ്യം എന്നനുസരിച്ചാണ് നിങ്ങൾ വീഡിയോസ് കൂടുതൽ കാണേണ്ടത്. എല്ലാ വീഡിയോസും കാണുന്നതിൽ തെറ്റില്ല, പക്ഷേ കൂടുതൽ കാണേണ്ടത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചാണ്. അപ്പം നമ്മുടെ ആവശ്യമുള്ള പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ് ഏറ്റവും ആദ്യം തൊട്ട് ഓരോന്നോരോന്ന് കണ്ടു തുടങ്ങുക. അതാണ് നമ്മൾ ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ടത്. തിയറി, പ്രാക്ടീസ്, ആപ്ലിക്കേഷൻ, ഇതാണ് നമ്മുടെ മെത്തേഡ്. നമ്മൾ കാംബ്രിഡ്ജ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് തിയറി മനസ്സിലാക്കുന്നു, ഉറക്കെ പ്രാക്ടീസ് ചെയ്യുന്നു, അതുപോലെ തന്നെ റിയൽ ലൈഫിൽ നമ്മളത് ഉപയോഗിക്കുന്നു. ഇങ്ങനെ വേണം നമുക്ക് ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ. അപ്പോൾ തിയറി കേട്ടതുകൊണ്ട് മാത്രം നമുക്ക് റിസൾട്ട് ലഭിക്കില്ല. നമുക്ക് പ്രാക്ടീസ് ചെയ്യണം. ഉറക്കെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് സ്പീക്കിംഗ് പ്രാക്ടീസ് ലഭിക്കുകയുള്ളൂ. അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെ റിയൽ ലൈഫിൽ നമ്മളിത് അപ്ലൈ ചെയ്യണം. കാരണം ആപ്ലിക്കേഷൻ അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ലഭിക്കില്ല. അപ്പോൾ അത് എങ്ങനെ റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യം ഈ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. വീഡിയോ ഫുള്ള് കാണുന്നത് റിക്വസ്റ്റ് ചെയ്യുന്നു. ഈ വീഡിയോ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ
2 സ്പെഷ്യൽ ബുക്സുകൾ ഉപയോഗിച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസിൻ്റെ ഒരു സ്പെഷ്യൽ ബുക്കും ഞങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സ്പെഷ്യൽ ബുക്കും നിങ്ങൾക്ക് ഞങ്ങളിൽ നിന്ന് വാങ്ങാൻ സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് 82815556 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ഞങ്ങളുടെ അക്കൗണ്ട് നമ്പറിലേക്ക് വെറും 550 രൂപ ട്രാൻസ്ഫർ ചെയ്യാം. അതിനുള്ള ഡീറ്റെയിൽസ് എല്ലാം 82815556 എന്ന നമ്പറിലേക്ക് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ്മെൻറ്റ് കോഴ്സ് വെറും 30 മണിക്കൂറിനുള്ളിൽ 70% ഇംഗ്ലീഷ് ഹാൻഡ് റൈറ്റിംഗ് നമുക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കും. ആ ബുക്കിനും നമുക്ക് വരുന്ന റേറ്റ് സെയിം ആണ്, 550 രൂപ. അതിനുവേണ്ടി സെയിം നമ്പറിലേക്ക് വിളിക്കാം. നമുക്കറിയാം, ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ നമ്മൾ പഠിച്ചു വരുമ്പോൾ ഡിഡ്, വുഡ്, കുഡ്, ഹാവ്, ക്യാൻ അങ്ങനെ പല ടൈപ്പ് സെൻറ്റൻസുകൾ നമുക്ക് കാണാൻ സാധിക്കും. 200ഓളം ടോപ്പിക്സുകളാണ് നമുക്ക് ഇംഗ്ലീഷിലുള്ളത്. അപ്പോൾ ഇതെല്ലാം കൃത്യമായ ഒരു ഓർഡറിൽ പഠിക്കേണ്ടതുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ബുക്സ് നിങ്ങൾ നിർബന്ധമായും വാങ്ങണമെന്ന് എപ്പോഴും പറയുന്നത്. അപ്പം അതിന് മടി കാണിക്കരുത് നിങ്ങൾ. ഈ സെയിം നമ്പറിൽ നമുക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗങ്ങളാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 82815556 എന്ന ഈ നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയയ്ക്കുക. മെസ്സേജ് അയക്കേണ്ടത് ഇപ്രകാരമാണ്: പ്ലീസ് ആഡ് മൈ നമ്പർ. ഇത്ര മാത്രം മതി. മെസ്സേജ് ലഭിച്ചാൽ നിങ്ങളുടെ നമ്പർ ഞങ്ങൾ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഒറ്റ വീഡിയോസും നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗങ്ങളാകാം. പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാരോട് പറയാനുള്ളത്, നമ്മൾ ഓൾറെഡി കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളുടെ പ്ലേലിസ്റ്റ് അത് കാണാൻ സാധിക്കും. ഇപ്പോൾ 2 രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ നമ്മുടെ വീഡിയോയുടെ തൊട്ടടിയിൽ തന്നെ കേംബ്രിഡ്ജ് ഇംഗ്ലീഷ് 365 ഡേയ്സ് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേജിലേക്ക് പോവും. അതിൽ പ്ലേലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അല്ലെങ്കിൽ കേംബ്രിഡ്ജ് ഇംഗ്ലീഷ് 365 ഡേയ്സ് എന്ന് സെർച്ച് ചെയ്യാം യൂട്യൂബിൽ. കേംബ്രിഡ്ജ് ഇംഗ്ലീഷ് എന്ന് മാത്രമല്ല, കേംബ്രിഡ്ജ് ഇംഗ്ലീഷ് 365 ഡേയ്സ് എന്ന് സെർച്ച് ചെയ്യാം. പല സ്റ്റുഡൻസും ഇത് എങ്ങനെയാണ് പഴയ വീഡിയോസ് കാണാമെന്ന് ചോദിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഹോം പേജിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എപ്പോഴും കാണാൻ സാധിക്കുകയുള്ളൂ. ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഫ്രീ ആയി ലഭിക്കുന്ന ഇത്തരം വീഡിയോസ് ഇനിയും ലഭിക്കാനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഈ കാണുന്ന ഏതെങ്കിലും വീഡിയോസ് സെലക്ട് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.